എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് കൽമ പറയാൻ. കൽമ പറയാൻ അറിയത്തില്ലെങ്കിൽ നെറ്റിയിൽ വെടിവെക്കുമെന്നും അവർ പറഞ്ഞു. ഒരുപക്ഷെ അവർ അത് ചോദിക്കാതിരുന്നെങ്കിൽ, അതായത് കലിമ പറയാതിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിക്കാതിരുന്നാൽ എനിക്ക് ആശ്ചര്യമായനെ. കാരണം ഇപ്പൊ അവർക്ക് നന്നായി തന്നെ മനസ്സിലായി കാണും, ഇന്ത്യക്കെതിരെ പോരാടി ജയിക്കാൻ പറ്റില്ലെന്ന് ഒരു തീരുമാനത്തിൽ അവരെത്തിക്കാണും. കാരണം ഈ തീവ്രവാദം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ഒരു ഭാഗമാണ്. ഈ തീവ്രവാദത്തിൽ അവരുടെ ലക്ഷ്യം എന്നത് ആയിരക്കണക്കാളുകളെ പരിക്കേൽപ്പിക്കുക എന്നതാണ്. പിന്നെ ആ പരിക്കുകൾ ഉണ്ടാക്കി അതിന്റെ പ്രത്യാഘാതം അവർ പ്രതീക്ഷിക്കുന്നു. അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ബാധിപ്പ് ഉണ്ടാക്കി ഈ രാജ്യത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. പറയുകയാണെങ്കിൽ നമ്മൾ അന്യോന്യം ഒത്തൊരുമയോടെ കഴിയുന്നു. ഇന്ത്യ രാജ്യം ബലഹീനമാകണം എന്നാണ് അവർ വിചാരിക്കുന്നത്. മുസ്ലിം പേരുള്ള മുഖമൂടികൾ കൊണ്ട് അവരൊരു രാജ്യം തന്നെ ഉണ്ടാക്കി. അതും അവർക്ക് 25 വർഷം ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഈ പാകിസ്ഥാന്റെ വീക്ഷണം എന്നത് ഇത് അവരുടെ പരാജയമാണോ മതത്തിന്റെ പരാജയമാണോ? ഈ ചോദ്യം എനിക്കുള്ളിൽ തന്നെ ഞാൻ പലപ്പോഴും ചോദിക്കുന്നു. അവിടെ അവർക്ക് രാജ്യത്തിന്റെ പകുതി മാത്രമല്ല നഷ്ടമായത്. 90,000-ത്തിലധികം പാകിസ്ഥാനികളെ നമ്മൾ തടവുകാരാക്കി പിടിച്ചു കൊണ്ടുവന്ന് അവരെയൊക്കെ സിംല അക്കോർഡിന് ശേഷം നമ്മൾ വിമുക്തരാക്കി. 1988 ജനറൽ സിയോൾ ഹക്ലെ, ഇവർക്ക് പാകിസ്ഥാനിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഉണ്ട്. അവിടെ ജനറൽ ഓഫീസേഴ്സിന് മുൻപ് ഒരു വലിയ സ്പീച്ച് നടത്തി. 1988 അവിടെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ പരമ്പരാഗതമായി യുദ്ധത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ടിയിരിക്കുന്നു. പിന്നെ ഇത് ഇന്റർനെറ്റിൽ അവൈലബിളായി തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹക്കിന്റെ സ്പീച്ച് അതിലും കാണാം. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ഇനി നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മേൽ ആയിരക്കണക്കിൽ, അതായത് വി ഹാവ് ടു ഇൻഫ്ലിക്ട് 1000 wounds, അതായത് നമ്മൾ ആയിരക്കണക്കായ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയെ പരിക്കേൽപ്പിക്കണം. അപ്പോഴേ ഇന്ത്യയിൽ ബ്ലീഡിംഗ് തുടങ്ങുകയുള്ളൂ. പിന്നെ ഇന്ത്യ ബലഹീനമായിക്കൊള്ളും എന്ന്